ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും റമളാൻ മുബാറക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാൻ. അപ്പം നിഷാദട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പത്തക്കയൊക്കെ മുറിച്ചിടുന്നുണ്ട്. അനിയത്തി മക്കളൊക്കെ വരുന്നതാണ് കേട്ടോ ഇന്ന് നോമ്പുറിക്കാനാകുമ്പോഴേക്ക്. ഇത് റമളാൻ 4 ഇന്നലെ വീഡിയോ ആണ്. അപ്പോൾ മക്കളൊക്കെ വന്നു, അനിയത്തി മക്കളൊക്കെ വന്നു. അപ്പോൾ അവർ സ്നാക്സൊക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ സ്നാക്സ് ഒന്നും ഞാനിവിടെ ഉണ്ടാക്കിയില്ല, ഞാനുണ്ടാക്കി സമൂസ മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വന്ന് വേണം എൻ്റെ മക്കളൊക്കെ ചാമ്പങ്ങ കണ്ടപ്പോൾ ചാമ്പങ്ങ പറിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അവർ പറിക്കട്ടെ എന്നിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പുരിക്കുന്ന സമയത്ത് ചാമ്പങ്ങ പറിച്ച് കൊണ്ടുവച്ചത്. അപ്പോൾ ഇതൊക്കെ മോളെന്നെ ഫോൺ എടുത്തിട്ട് പോയിട്ട് അവരെന്നെ വീഡിയോ എടുത്ത് അവരെന്നെ പറിച്ചിടുകയും ചെയ്യുന്നതാണ് കേട്ടോ. ഐഷു അംദു എൻസു 3 പേരുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായി. പെൺകുട്ടികൾക്ക് അന്നൊന്നും കൂടുതൽ ഇഷ്ടം. സിനുവിനും ഇഷുവിനൊന്നും അത്ര വലിയ ഇഷ്ടം കുറവാണ്, സിനാനിക്ക് നിഷാദിനൊക്കെ. അപ്പോൾ അവർ പറിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ കൊണ്ടുപോയിക്കോ ഉപ്പിലിടാൻ വേണ്ടിക്ക്. അപ്പോൾ അവർ ഫുള്ളായി പറിച്ചു കേട്ടോ. ഇനി കുറച്ചേ ഉള്ളൂ, പിന്നെ വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് പിടിക്കുന്നുണ്ട്. എൻസോമൊക്കെ നല്ല ഇഷ്ടമായി കൊലയോടെ കാണുമ്പോൾ. അതിങ്ങനെ കാണിച്ചിട്ടാണ് കേട്ടോ കൊലയോടെ എടുത്തിട്ട് വത്തക്കയൊക്കെ ജ്യൂസാക്കി വെച്ച്. പിന്നെ സ്നാക്സൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെക്കലാണ് കേട്ടോ. ഐഷം തന്നെ എടുത്ത് വെക്കുന്നത്. അവർക്ക് നല്ല അരങ്ങാണ് കേട്ടോ. അവരിപ്പം ഇങ്ങനെ എടുത്ത് വെക്കുന്ന പറയുമ്പോൾ അയർസെല്ലാം നോക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുന്നൊക്കെ. അവൾ ഉപ്പയാണ് കേട്ടോ അയർസ്. പിന്നെ അവർ രണ്ടാൾക്ക് നല്ല സന്തോഷം എടുത്ത് വെക്കാനൊക്കെ. അവർ കല്ലുമ്മക്കായും പഫ്സും പിന്നെ കട്ട്ലേറ്റൊക്കെ കൊണ്ടുവന്നു. ഞാൻ ഇവിടെ നിന്ന് സമൂസ പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ വന്നുകൊണ്ടിരുന്നു സ്നാക്സ് ഇങ്ങനെയൊക്കെ അവർ കൊണ്ടുവന്നതുകൊണ്ട് കൂടുതൽ ഞാൻ സ്നാക്സ് ആക്കിയിട്ടില്ല. പിന്നെ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയത്, ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കി നിന്ന്. ഞായറാഴ്ച ചിക്കൻ കൂട്ടൂല കേട്ടോ. അനിയത്തി ഭർത്താവ് ചിക്കൻ കൂട്ടൂല. എനിക്ക് മീൻ കേട്ടോ അയില ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ അയില കിട്ടിയപ്പോൾ അയില ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല റെഡിയാക്കി വെച്ചു. ജ്യൂസും മുന്തിരിങ്ങ ജ്യൂസും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ മസ്റ്റ്, എല്ലാവർക്കും ചായ വേണം കേട്ടോ. ഇവിടെ എല്ലാവരും ചായ കുടിക്കുന്നവരാണ്. ഒരാളൊന്നും നോമ്പായ പിന്നെ ചായ കുടിക്കില്ല, ജ്യൂസൊക്കെ കുടിക്കും. നമുക്ക് ഇവിടെ എല്ലാവർക്കും ചായയും വേണം കേട്ടോ. അപ്പോൾ ഇതാ നാരങ്ങ വെള്ളവും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാങ്ക് കൊടുക്കണത്ര എല്ലാവരും ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെൻഷൻ മോളിങ്ങനെ പറഞ്ഞിട്ടോ 3 നോമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചിരുന്നില്ല അംഗൻവാടി നിനക്ക് ബിരിയാണിയൊക്കെ കിട്ടീനോ. അപ്പം പറഞ്ഞാൽ എനിക്ക് ബിരിയാണി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ. അവർ അംഗൻവാടിയിൽ നിന്നൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് എല്ലാവരും ഒന്നിച്ച് നോമ്പൊക്കെ മുറിച്ചു. നോമ്പ് മുറിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ചാമ്പങ്ങ ഉപ്പിലിടാൻ വേണ്ടിക്ക് കുപ്പിയിലിട്ട് വെച്ചു. പിന്നെ അതുപോലെ തന്നെ മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ. മാങ്ങ കഴിഞ്ഞു, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ മാങ്ങയൊക്കെ ഉപ്പിലിടുമ്പോൾ എല്ലാവരും കഴിക്കുമല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് കേട്ടോ. 2 ദിവസം എങ്ങനെ ഉണ്ടാവും. പിന്നെ ഇവരൊക്കെ വന്ന പ്രത്യേകിച്ചിട്ട് കേട്ടോ, ഏട്ടത്തിനൊക്കെ മക്കൾ വന്ന പ്രത്യേകിച്ചിട്ടാണ്. എണിച്ചപ്പോഴും മുഖം കാണാക്കിയിട്ടില്ല കേട്ടോ. മാങ്ങ കടിച്ച് തിന്നുമ്പോൾ അങ്ങനെ മാങ്ങയൊക്കെ തിന്ന് നമ്മൾ ഓരോരു കഥയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ചാമ്പങ്ങ എല്ലാവരും അന്നേരം തന്നെ ചാമ്പങ്ങയൊക്കെ എടുത്ത് കഴിയും. കുറച്ചായിട്ടോ. പിന്നെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഉപ്പിലിടാൻ വേണ്ടിക്ക്. ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ പ്രത്യേകം ഉപ്പിലിട്ടൊരു വേറെ തന്നെ രസമാണല്ലേ. അങ്ങനെ ഉപ്പിലിട്ടൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ റൂമിൽ നിന്ന് സംസാരിച്ചിരിക്കുമ്പോൾ ഉമ്മ പിന്നെ കഞ്ഞി ആക്കിയിട്ട് എല്ലാവർക്കും കൊണ്ടു തന്നിട്ടു. കഞ്ഞിയും പിന്നെ ഗ്ലാസ്സിലാക്കിയിട്ട് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി കൊണ്ടു തന്നു. അങ്ങനെ അവൾ പറയാൻ കേട്ടോ, എൻസമോൾ പറയണം ഉമ്മാമാക്കെ കഞ്ഞി അടിപൊളിയാണ്, ഇഷ്ടമായി എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അവളും കുടിച്ചു, എല്ലാവരും കൂടി കുടിച്ചു. പിന്നെ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ നിസ്കരിക്കാൻ പോകേണ്ട സമയമായപ്പോൾ എല്ലാവരും അങ്ങനെ നിസ്കരിക്കാനൊക്കെ പോയി. പിന്നെ ചീര വറുക്കാനുണ്ട് കേട്ടോ അത്താഴത്തിനേക്ക്. അത് എപ്പോഴും എല്ലാം റെഡി, നോമ്പൊരിക്കുന്ന സമയത്ത് തന്നെ റെഡി ആവലുണ്ട്. ചീര മാത്രമേ വറുക്കാനുണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ചീര വറുക്കാൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ ബിരിയാണിയാക്കി, ചിക്കൻ ബിരിയാണിയും പിന്നെ മീൻ ബിരിയാണിയും. ഇതിനൊക്കെയാണ് കേട്ടോ വെറും ചോറ് ഉണ്ടാക്കുന്നത്. ചീര വറുത്തതും പിന്നെ അയില വറ്റിച്ചതാണ് കേട്ടോ അത്താഴത്തിനേക്ക് ആക്കിയത്. പിന്നെ ചോറ് റൈസ് കുക്കറിലെടുത്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ അത് കഞ്ഞി കേട്ടോ, നെയ്യരി കഞ്ഞിയാണ്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അവർ പോവാണ് കേട്ടോ. അവർ അന്നൊക്കെ നല്ല സന്തോഷമാണ് കേട്ടോ. പോകുന്ന പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്.
ഞാൻ പറഞ്ഞ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും ഇവിടെ നിൽക്കാൻ വാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളാം മാസത്തെ നിങ്ങളെ ദുആയിൽ എന്നെയും കൂടി എൻ്റെ കുടുംബത്തെയും കൂടി ഉൾപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് എൻ്റെ ദുആയിൽ നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.